മറ്റൊരു ഏറെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. സിപിഎമ്മിനെതിരെ സാദിഖ് അലി തങ്ങൾ മതത്തെ ഇരുതലമൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുന്നു. സദ്ദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരീംകയും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമെന്നും സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. സമസ്തയെ സിപിഎം രാഷ്ട്രീയ കബലയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചതായും ചന്ദ്രികാ ലേഖനത്തിൽ വിമർശനമുണ്ട്. എം.എസ്. അനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സാദിഖ് അലി തങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം. ഏറ്റവും പ്രധാനമായി മതത്തെ ഇരുതലമൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതും ചന്ദ്രികാ ലേഖനത്തിൽ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്? ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ നേരത്തെ തന്നെ നിശ്ചിതമായ വിമർശനം സിപിഎമ്മിന് നേരെ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ സമസ്തയുമായി സിപിഎം അടുക്കുന്നു, അല്ലെങ്കിൽ സമസ്ത നേതാക്കൾ കൂടുതലായി സിപിഎം വശത്തേക്ക് ചേരുന്നു എന്നത് വലിയ ആശങ്കയാണ് ലീഗിനെ സൃഷ്ടിച്ചത്. പൊന്നാനിയിലും മലപ്പുറത്തും അടക്കം വോട്ട് വീതത്തിൽ വലിയ ചോർച്ച വരും എന്നടക്കമുള്ള ആശങ്കകളും ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി തകർപ്പൻ വിജയം നേടാൻ ലീഗ് അടക്കമുള്ള UDFിന് കഴിയുകയും ചെയ്തു. ഇത്തരം സാഹചര്യത്തിലാണ് സിപിഎമ്മിനെ വിശദമായി വിമർശിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചന്ദ്രികയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. മതങ്ങളെ കമ്മ്യൂണിസത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സിപിഎം അവതരിപ്പിക്കുന്നു എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. സദ്ദാം ഹുസൈനും പാലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ടുകൾ തട്ടുന്നതിനുള്ള ശ്രമം സിപിഎം നടത്തി. മതത്തെ ഇരുതലമൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുന്നു. കോഴിക്കോട്ടെ കരിമക്ക എന്ന പ്രയോഗവും വടകരയിലെ ഏറ്റവും ഒടുവിൽ വന്ന കാഫിർ സ്ക്രീൻഷോട്ടും ഇത്തരത്തിലെ ഈ വർഗീയ പ്രചാരണത്തിന്റെ ഭാഗമാണ്. സമസ്തയെ സിപിഎം രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിടാൻ ശ്രമം നടത്തി. സമസ്തയുടെ എന്ന പേരിൽ മരച്ചീന് വലിച്ചിടാനാണ് സിപിഎം ശ്രമിച്ചത്. പൊന്നാനിയിലും മലപ്പുറത്തും ഇതിന് കനത്ത മറുപടി നൽകിയെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. സിപിഎം വിതയ്ക്കുന്നത് BJP കൊയ്യുന്നു എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം ഇറങ്ങിയിരിക്കുന്നത്. കാരണം വർഗീയ പ്രചാരണം ഒരു വശത്ത് മുസ്ലിം മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായി നടക്കുമ്പോൾ മറുവശത്ത് ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൂടുതലായി BJPയിലേക്ക് എത്തുന്നു. ഒപ്പം ക്രൈസ്തവരടക്കമുള്ള വോട്ട് ബാങ്കിൽ നിന്നുള്ള ചോർച്ചയും സംഭവിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ എളമൂരും കരിമുക്ക എന്ന പേരിൽ വിശേഷിപ്പിച്ച് പ്രചരണം നടത്തിയതും വടകരയിൽ ഈ കാഫർ എന്ന പേരിൽ സ്ക്രീൻഷോട്ട് ഇറക്കിയതുമൊക്കെ UDFിന്റെ പ്രധാന പ്രചാരണ വിഷയമായി മാറിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ വടകരയിലെ കാഫർ പ്രചാരണം അത് മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ്. എന്നാൽ അദ്ദേഹമല്ല അതിന് പിന്നിൽ എന്ന് കോടതിയിൽ പോലീസ് റിപ്പോർട്ടും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലേഖനവും പുറത്തിറങ്ങിയിരിക്കുന്നത്. അനീഷ, നേരത്തെ തന്നെ സമസ്തയുമായി സിപിഎം അല്ലെങ്കിൽ സിപിഎം സമസ്തയുമായി അടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. നമുക്കറിയാം, പൊതുവേദികളടക്കം സിപിഎം നേതാക്കൾക്കൊപ്പം സമസ്ത നേതാക്കൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊക്കെയുള്ളൊരു അല്ലെങ്കിൽ സിപിഎമ്മിനുള്ളൊരു മുന്നറിയിപ്പായിട്ടാണോ ഇത്തരത്തിലുള്ളൊരു ലേഖനം ചന്ദ്രികയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് വേണോ നമുക്ക് കരുതാൻ? തീർച്ചയായും മുസ്ലിം വിഷയങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും സിപിഎം കൈക്കൊള്ളുന്നത്. അതിൽ പാലസ്തീൻ വിഷയമാവട്ടെ, ദേശീയ പൗരത്വ നിയമമാവട്ടെ, ഒപ്പം പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, ഇതിലെല്ലാം സിപിഎം വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും അവർ ബഹുജന കൺവെൻഷനുകൾ നടത്തുകയും റാലികൾ നടത്തുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പലപ്പോഴും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പലപ്പോഴും കോൺഗ്രസ് അടക്കമുള്ള UDF കക്ഷികൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മുസ്ലിം സംഘടനകൾ സിപിഎമ്മിനോട് കൂടുതൽ അടുപ്പം പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ചും നേരത്തെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തണമെങ്കിൽ മുസ്ലിം ലീഗ് മാത്രം എന്ന ഒരു നിലയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് വിഭിന്നമായി മുഖ്യമന്ത്രിയുമായും സിപിഎമ്മുമായൊക്കെ അടുത്ത ബന്ധം പുലർത്താൻ സമസ്തയുടെ നേതാക്കൾക്ക്, ഒപ്പം കാന്തപുരത്തെ പോലുള്ള ആധ്യാത്മിക നേതാക്കൾക്കൊക്കെ കഴിയുന്ന സാഹചര്യം. അവർ പറയുന്ന കാര്യങ്ങൾ സർക്കാരുകൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോലും നീങ്ങിയപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗിൽ ഉടലെടുത്തത്. പക്ഷേ ആ പ്രതിസന്ധി ഒരു വോട്ടായി മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കൃത്യമായൊരു ന്യൂനപക്ഷ പ്രീണന അല്ലെങ്കിൽ അത് തട്ടി വോട്ട് ആക്കാനുള്ള ശ്രമമാണ് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഭവ്യ, ഉടൻ തന്നെ ഒരു പ്രതികരണം സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതണോ അനീഷ? സിപിഎം കാര്യത്തിൽ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഈ ലീഗിനെ
CPM-നോട് അടുക്കാൻ കഴിയുന്ന ഒരു കക്ഷി, അല്ലെങ്കിൽ ഇവരുടെ സെമിനാറുകളിലേക്ക് വിളിച്ചാൽ എത്താൻ കഴിയുന്ന കക്ഷി, പൊതുകാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ട കക്ഷി എന്ന രീതിയിലൊക്കെയാണ് അവർ വിലയിരുത്തിയത്. അതുകൊണ്ട് CPM അതേ അർത്ഥത്തിൽ ലീഗിൽ ഇപ്പോൾ മറുപടി നൽകുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും ഈ സംബന്ധിച്ച പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. തീർച്ചയായും മനീഷ്, ദയവായി തുടരുക. ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരം കൂടി അറിയേണ്ടതുണ്ട്.